ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബയോവെഞ്ചർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BSc സുവോളജിക്കാരുടെ സെക്കൻഡ് സെമസ്റ്റർ കോംപ്ലിമെൻ്ററി ബോട്ടണിയുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അത് തന്നെ നമുക്ക് സെക്കൻഡ് സെമ്മിൻ്റെ കോംപ്ലിമെൻ്ററി ബോട്ടണിയുടെ ടെക്സ്റ്റ് ബുക്ക് ഏതാണെന്ന് നോക്കാം. ഫൈക്കോളജി, മൈക്കോളജി, ലൈക്കനോളജി, ബ്രയോളജി, ടെറിഡോളജി, ജിംനോസ്പേംസ് ആൻഡ് പ്ലാന്റ് പാത്തോളജി. ഇതാണ് ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര്. ഇത് തന്നെയാണ് ടെക്സ്റ്റ് ബുക്കിലുള്ള കോണ്ടൻറ്റും ഇത് തന്നെയാണ്. അതായത് മൊഡ്യൂൾ 1 എന്ന് പറഞ്ഞ ഫൈക്കോളജി, പിന്നെ മൈക്കോളജി, ലൈക്കനോളജി, ബ്രയോളജി, ടെറിഡോളജി, ജിംനോസ്പേംസ്, പ്ലാന്റ് പാത്തോളജി, ഇത് ഇത്രയും തന്നെയാണ് ചാപ്റ്റേഴ്സിൻ്റെ പേര്. പിന്നെ ഈ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ ഇതിൽ ഒരുപാട് ഡയഗ്രാംസ് ഉണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വേണ്ട എന്ന് വിചാരിക്കുന്ന ഡയഗ്രാംസ് ആണ് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഈവൻ 2 മാർക്കിന് പോലും ഡയഗ്രാംസ് ചോദിക്കാറുണ്ട് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിന്. അപ്പോൾ ഡയഗ്രാംസ് പലയിടത്തും ഉണ്ട്. നമ്മളെ കൊണ്ട് മാക്സിമം വരയ്ക്കാൻ പറ്റുന്ന എല്ലാം എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ട് തന്നെ പോവുക. മിക്ക ക്വസ്റ്റ്യൻസിലും നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും വിത്ത് ഡയഗ്രാം, ഡയഗ്രാം ഓഫ് എന്നും പറഞ്ഞ് ചോദിക്കാം. 2 മാർക്കിന് ഡയഗ്രാം വരയ്ക്കാനാണ് 2 മാർക്കിന് അധികവും ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയഗ്രാംസ് ഒന്നും കളഞ്ഞിട്ട് പോകരുത്. മാക്സിമം പറ്റുന്ന, നമുക്ക് എളുപ്പത്തിന് വരയ്ക്കാൻ പറ്റുന്ന, മനസ്സിലാവുന്ന ഡയഗ്രാംസ് പഠിക്കുക. ഒരുവിധം ഡയഗ്രാം പഠിച്ചാൽ തന്നെ നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനായിട്ടും പറ്റും. 15 മാർക്കിന് 4 മാർക്കിനൊക്കെ ഡയഗ്രാം ഇനി വരയ്ക്കാൻ ചോദിച്ചില്ലെങ്കിൽ പോലും അറിയാമെങ്കിൽ ഉറപ്പായിട്ടും ഡയഗ്രാം വരയ്ക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് നമ്മൾ 3 പേജാണ് എഴുതാനുള്ളത്. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും അതുപോലെ തന്നെ പല വർഷങ്ങളും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ആൻ എസ്സേ ഓൺ ദ സ്ട്രക്ചർ ആൻഡ് റീപ്രൊഡക്ഷൻ ഇൻ എഡഗോണിയം ആൻഡ് പോളിസൈഫോണിയ. അത് ഞാൻ ആൻഡ് എന്നാ ഇട്ടത്. എഡഗോണിയം ചോദിക്കാം, അല്ലെങ്കിൽ പോളിസൈഫോണിയ ചോദിക്കാം. ഇതിലേതെങ്കിലും ഒന്ന് ഉറപ്പായിട്ടും ചോദിക്കും. ഏറ്റവും കൂടുതലും എഡഗോണിയമാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. എഡഗോണിയം 4 മാർക്കിനും ചോദിക്കാറുണ്ട്, 2 മാർക്കിനും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ലൈഫ് സൈക്കിൾ ഓഫ് അസ്നിയ ആൻഡ് പുക്സീനിയ. അതായത് ഈ അസ്നിയ എന്ന് പറയുന്ന ഒരു ലൈക്കനോളജിയിൽ ഇതേ പഠിക്കാവുള്ളൂ നമുക്ക്. അപ്പോൾ അത് ചോദിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഒന്നില്ലെങ്കിൽ അസ്നിയ ചോദിക്കാം, അല്ലെങ്കിൽ പുക്സീനിയ ചോദിക്കാം. ലൈഫ് സൈക്കിൾ, മിക്കതിൻ്റെയും ലൈഫ് സൈക്കിൾ പഠിക്കുക. അതിൻ്റെ ഡയഗ്രാം പെട്ടെന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല, എങ്കിലും ജസ്റ്റ് ഗൂഗിളിലെങ്കിലും നമ്മൾ കുറച്ച് നമുക്ക് മനസ്സിലാവുന്ന പടമെങ്കിലും പഠിച്ചുകൊണ്ട് പോയി വരയ്ക്കണം. ലൈഫ് സൈക്കിൾ എവിടെ ചോദിച്ചാലും ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്തത് മിക്ക വർഷവും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ചെറിയ ക്വസ്റ്റ്യൻ, നമ്മൾ ആ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ പഠിക്കുന്നതിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ അതിൽ ചോദിക്കും. ഇപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്ന മെൻഷനിങ് ദ ലൈഫ് ഓഫ് പൈനസ് ആണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്ട്രക്ചർ ഓഫ് സ്പോറോഫൈറ്റ് ഓർ ലൈഫ് സൈക്കിൾ ഓഫ് ഫ്യൂനേറിയ ആൻഡ് റിക്സിയ. ഈ ഫ്യൂനേറിയ റിക്സിയുടെയും ചോദ്യങ്ങൾ പലപ്പോഴായിട്ടും ചോദിക്കാറുണ്ട്, 4 മാർക്കിനും ചോദിക്കാറുണ്ട്. ലൈഫ് സൈക്കിൾ കമ്പയർ ചെയ്യാൻ ചോദിക്കാം. അതുപോലെ തന്നെ സ്പോറോഫൈറ്റിൻ്റെ സ്ട്രക്ചർ, ഇതിൽ ഏതെങ്കിലും ഒന്ന് 15 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഫ്യൂനേറിയ മാത്രം 4 മാർക്കിന് ചോദിക്കാറുണ്ട്, റിക്സിയ മാത്രം 4 മാർക്കിനും ചോദിക്കാറുണ്ട്. ദെൻ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് സ്ട്രക്ചർ, റീപ്രൊഡക്ഷൻ ആൻഡ് ലൈഫ് സൈക്കിൾ ഓഫ് സെലാജിനെല്ല. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി മറ്റൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഉറപ്പായിട്ടും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 മാർക്കിനും 1 മാർക്കിനും 4 മാർക്കിനും 5 മാർക്കിനും എന്തായാലും 4ലോ 5ലോ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതാണ് പ്ലാന്റ് പാത്തോളജി. പ്ലാന്റ് പാത്തോളജി എന്ന് മാത്രം ഞാൻ എഴുതിയതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഡിസീസ് ടെക്സ്റ്റിൻ്റെ അകത്തുണ്ട്, പക്ഷേ സിലബസിൽ വെറും 4 ഡിസീസസേ പഠിക്കാവുള്ളൂ. അതിലേത് ഡിസീസ് വേണമെങ്കിലും ചോദിക്കാം. 15 മാർക്ക് ആയതുകൊണ്ട് തന്നെ പലപ്പോഴും കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ദ കോസിറ്റീവ് ഓർഗാനിസം, സിംറ്റംസ് ആൻഡ് ദ കൺട്രോൾ മെഷേഴ്സ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു 4 നമുക്ക് പഠിക്കാനുള്ളത്. അധികവും ഏതെങ്കിലും 3 അസുഖങ്ങൾ തരും. ആ 3ൻ്റെയും ഈ പറഞ്ഞതെല്ലാം എഴുതണം. അങ്ങനെയാണ് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളത്. 2 മാർക്കിനാണെങ്കിലും ചോദിക്കാറുണ്ട്, 1 മാർക്കിനും ചോദിക്കാറുണ്ട്. അതിൻ്റെ കോസിറ്റീവ് ഓർഗാനിസം ഏതാണെന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. 4 മാർക്കിന് ഏതെങ്കിലും ഒരു അസുഖത്തിൻ്റെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ് പാത്തോളജിയിലെ ചാപ്റ്റർ ആരും വിട്ടിട്ട് പോകരുത്. എളുപ്പമാണ് പഠിക്കാൻ. ശരിക്കും ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്ററാണ്. 4 അസുഖമേ പഠിക്കാവുള്ളൂ. അതിൽ കാര്യങ്ങൾ ഇത്രയും. അതിൽ വരുന്ന അസുഖങ്ങളൊന്ന് ബ്രൗൺ സ്പോട്ട് ഡിസീസ് ഓഫ് പാഡി, പൗഡറി മൈൽഡ് ഓഫ് റബ്ബർ, ടപ്പിയോക്ക മൊസൈക്ക് വൈറസ്, ക്വിക്ക് വിൽറ്റ് ഓഫ് പെപ്പർ. ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ദെൻ അതുപോലെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ഫഞ്ചൈ ഓർ ബ്രയോഫൈറ്റ്സ്. മിക്കവാറും ഫഞ്ചൈ എന്ന് ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ ബ്രയോഫൈറ്റ്സ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാറുണ്ട്. ദെൻ കമ്പയർ ദ ലൈഫ് സൈക്കിൾ ഓഫ് ഹോമോസ്പോറസ് ആൻഡ് ഹെറ്ററോസ്പോറസ് ടെറിഡോഫൈറ്റ്സ്. 2 ടെറിഡോഫൈറ്റ്സ് നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ, ഒന്ന് സലാജിനെല്ലയും ഒന്ന് ടെറസ്. അതിൽ ടെറസ് എന്ന് പറയുന്നത് ഹോമോസ്പോറസും ആണ്, സലാജിനെല്ല ഹെറ്ററോസ്പോറസ് ആണ്. അപ്പോൾ മനസ്സിലായില്ല, അവരെ 2 പേരുടെയും ലൈഫ് സൈക്കിൾ കമ്പയർ ചെയ്യുക. പടം ഉണ്ടെങ്കിൽ പഠിക്കുക.
ദെൻ അനാട്ടമി, റീപ്രൊഡക്ഷൻ ആൻഡ് ലൈഫ് സൈക്കിൾ ഓഫ് പൈനസ്, അതും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്നതും അധികവും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്തത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു പേജാണ് എഴുതാനുള്ളത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്ലാന്റ് പാത്തോളജി തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, അതായത് ഏതെങ്കിലും ഒരു ഡിസീസ് തന്നിട്ട് അതിൻ്റെ കോസിറ്റീവ് ഓർഗാനിസം, സിംറ്റംസ്, അതിൻ്റെ കൺട്രോളിങ് മെഷേഴ്സ് ഒക്കെ ചോദിക്കും. ദെൻ റൈസോഫോർ ഓഫ് സലാജിനെല്ല, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ അടുത്തത് ചിലപ്പോൾ ഫംഗിസൈഡ്സ് എന്നും പറഞ്ഞേ ചോദിക്കുകയുള്ളൂ. ചിലപ്പോൾ ഇതിലേതെങ്കിലും ഒരാളുടെ പേര് തരും. അതായത് നമുക്കറിയാം ആ പ്ലാന്റ് പാത്തോളജിയിൽ ആകെപ്പാട് 2 ടോപ്പിക്കേ വരുന്നുള്ളൂ. ഒന്ന് ഈ ഡിസീസും പിന്നെ ഒന്ന് ഈ ഫംഗിസൈഡും. അതിൽ വരുന്നതാണ് ബോർഡിയക്സ് മിക്സ്ചറും ടൊബാക്കോ ഡിക്കോക്ഷനും. ഇതിലേതെങ്കിലും ഒന്ന് എന്തായാലും ചോദിക്കും. അതിൻ്റെ പ്രിപ്പറേഷൻ ആൻഡ് മോഡ് ഓഫ് ആക്ഷൻ ചോദിച്ചിരിക്കും. 2 മാർക്കിനും 1 മാർക്കിനും വരെ ചോദിച്ചിട്ടുണ്ട്. ദെൻ പ്രോതാലസ് ഓഫ് ടെറിസ്, ദെൻ സിസ്റ്റോകാർപ്പ് ഓഫ് പോളിസൈഫോണിയ സിസ്റ്റോകാർപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്, 1 മാർക്കിനും ചോദിക്കാറുണ്ട്. അപ്പോതീഷ്യം അല്ലെങ്കിൽ ഫ്രൂട്ടിംഗ് ബോഡി ഓഫ് പെസീസയുടെ ഒന്നില്ലെങ്കിൽ ഫ്രൂട്ടിംഗ് ബോഡി ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അപ്പോതീഷ്യം ചോദിക്കാറുണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്, ഡയഗ്രാം ഓഫ് ഫീമെയിൽ കോൺ ഓഫ് പൈനസ് ഓർ പൈനസ് നീഡിൽ. അതിൽ ഒന്നില്ലെങ്കിൽ പൈനസ് നീഡിലിൻ്റെ ഡയഗ്രാം വരച്ചിട്ട് അത് എഴുതാൻ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതലും ചോദിച്ചിട്ടുള്ളതാണ് ഫീമെയിൽ കോൺ ഓഫ് പൈനസിൻ്റെ ഡയഗ്രാം, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ റീപ്രൊഡക്ഷൻ ഓഫ് നോസ്റ്റോക്ക്, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൽ ഫീമെയിൽ കൺസെപ്റ്റക്കിൾസ് ഓഫ് സർഗാസം, അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, കമ്പയർ ചെയ്യാൻ ചോദിക്കാറുണ്ട്, 2 മാർക്കിനും കമ്പയർ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ദെൻ റൈസോപ്പസിൻ്റെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഏതാണ്? ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 4 മാർക്കിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമുക്ക് പഠിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഇനി അടുത്തതാണ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് ഒരു പാരഗ്രാഫ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു 4 പോയിൻറ്റ്സ് മിനിമം എഴുതാൻ ശ്രമിക്കുക. മാക്സിമം പോയ 6 പോയിൻറ്റ്സ്. നിങ്ങൾക്ക് അറിയാവുന്ന 4 ആണെങ്കിൽ അത് എഴുതണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് 1.5 അല്ലെങ്കിൽ 2 പോയിൻറ്റ്സ് 1 മാർക്ക് അങ്ങനെ ഇടാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ 4 പോയിൻറ്റ് എഴുതി കഴിഞ്ഞാൽ അവിടെ 2 മാർക്ക് കിട്ടാൻ വലിയ പാടില്ല. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് ചോദിക്കും. ദെൻ ആർക്കിഗോണിയൽ ക്ലസ്റ്റർ ഓഫ് യുണേറിയ, ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് റേച്ചസ് ഓഫ് ടെറിസ്, സ്ട്രക്ചർ ഓഫ് ക്ലോറല്ല, സ്ട്രോബിലസ് ഓഫ് സലാജിനെല്ല, സ്പൊറാഞ്ചിയം ഓഫ് റൈസോപ്പസ്, കോസിറ്റീവ് ഓർഗാനിസം ഓഫ് എനി പ്ലാന്റ് ഡിസീസ്. അതാണ് ഞാൻ പറയുന്നത്, പ്ലാന്റ് പാത്തോളജിയിൽ ഏതെങ്കിലും ഒരു ഡിസീസ് വന്നിട്ട് അതിൻ്റെ കോസിറ്റീവ് ഓർഗാനിസം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. പ്രോതാലസ് ഓഫ് ടെറിസ് വിത്ത് ഡയഗ്രാം, റിസെപ്റ്റക്കിൾ ഇൻ സർഗാസം, ഡിസ്റ്റിങ്വിഷ് ഓട്ടോസ്പോർ ആൻഡ് ആൻഡ്രോസ്പോർ, സ്ട്രക്ചർ ഓഫ് ടിപ്പിക്കൽ ആർക്കിഗോണിയം സീൻ ഇൻ ബ്രയോഫൈറ്റ്സ്, ജനറൽ ക്യാരക്ടേഴ്സ് ഓഫ് ജിംനോസ്പ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കമൻറ്റ് ഓൺ റൈസോഫോർ. കണ്ടോ, ഇതിൽ മിക്ക ക്വസ്റ്റ്യനിൽ ഡയഗ്രാം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 2 മാർക്കിന് ഡയഗ്രാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡയഗ്രത്തിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ ആലോചിച്ച് വെക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയഗ്രാംസ് വിട്ടിട്ട് പോകും. ചിലപ്പോൾ നമുക്ക് ആ എക്സ്പ്ലെയിൻ അറിയായിരിക്കും, പക്ഷേ ഡയഗ്രാം ഉണ്ട്, പക്ഷേ ക്വസ്റ്റ്യനിൽ ഡയഗ്രാം ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്ത് പോകരുത്, മിസ്സായി പോകരുത്. ഇനി അടുത്തത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കുറച്ചധികം എടുത്തു വെച്ചിട്ടുണ്ട്, കാരണം ഇതൊക്കെ തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് ഹെട്രോസ്പോറി വിത്ത് എക്സാമ്പിൾ. ഹെട്രോസ്പോറി എന്താണ്, അതിനൊരു എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. ഹെട്രോസിസ്റ്റ്. പിന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഡ്വാർഫ് ഷൂട്ട്സ് ഇൻ പൈനസ്, പല വർഷങ്ങളിലും ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഓപ്പർക്കുലം, പാത്തോജൻ ഓഫ് എനി ഡിസീസ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, പാത്തോജൻ മീൻസ് പോസിറ്റീവ് ഓർഗാനിസം ഏതാണ് ആ ഡിസീസിൻ്റെ, ചോദിക്കുക ഏതെങ്കിലും ഒന്ന്. പിന്നെ നുക്യൂൾ ആൻഡ് ഗ്ലോബ്യൂൾ എന്താണ്, പാരാഫൈസസ്. വാട്ട് ഈസ് സിംബയോട്ടിക് അസോസിയേഷൻ, ഗിവ് ആൻ എക്സാമ്പിൾ. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ചിലപ്പോൾ അത് 2 മാർക്കിനും സിംബയോട്ടിക് അറിയാമല്ലോ, എക്സാമ്പിൾ എഴുതാണ്ട് ഏതാണ്, ആൽഗയും ഫഞ്ചയും തമ്മിലുള്ള സിംബയോട്ടിക് റിലേഷൻഷിപ്പിൽ വരുന്നതാണ് ലൈക്കൺ. അങ്ങനെയാണ് ആൽഗെ ഫഞ്ചയെ ഹെൽപ്പ് ചെയ്യുന്നത്, ഫഞ്ചയെ എങ്ങനെയാണ് ആൽഗയെ ഹെൽപ്പ് ചെയ്യുന്നത്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതി കൊടുക്കുക. ഇനി ഇത് 2 മാർക്കിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ ജെമ്മ എന്താണ്, ഫങ്ഷൻ ഓഫ് എയർ ബ്ലാഡർ ഓഫ് സർഗാസം, അതുപോലെ തന്നെ ലിഗ്യൂൾ എന്താണ്, then sarsinate vernation, name to edible fungus, then major reserve food material in Phaeophyceae, name the pigment that impart characteristic color to Rhodophyceae, then conducting strand in sargassum, important question ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ലൈക്കൺ ഈസ് ദ സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ആൽഗെ ആൻഡ് ഡാഷ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ആൽഗെ ആൻഡ് ഫംഗസ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ദെൻ കപ്പ് ഫംഗസ് എന്താണ്, റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ സീൻ ഇൻ ഖാര ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ഷവർ ഓഫ് സൾഫർ. ദെൻ ഗാമിറ്റോഫൈറ്റ് ഓഫ് ഹോമോസ്പോറസ് ടെറിഡോഫൈറ്റ് നോൺ ആസ് എന്താണ്, പിന്നെ സൊറീഡിയം, ദെൻ സിസ്റ്റോകാർപ്പ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 1 മാർക്കിന് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഡയഗ്രാംസ് ആണ് ഇമ്പോർട്ടൻ്റ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ ഡയഗ്രാംസ് ആരും കളഞ്ഞിട്ട് പോകരുത്, മാക്സിമം ഡയഗ്രാംസ്
പഠിക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയുക. അതോടൊപ്പം തന്നെ ഇനി എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ആ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.